നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡെയിലി പ്രോസസ് ഫോർ നഴ്സിംഗ് സൂപ്രണ്ട്. ഒരു നഴ്സിംഗ് സൂപ്രണ്ടിന്റെ ഒരു ദിവസത്തെ പ്രോസസ് എന്തെല്ലാമാണ്, വർക്ക് പ്രോസസ് എന്തെല്ലാമാണ് എന്നാണ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം. ഡെയിലി പ്രോസസ് ഫോർ ദ നഴ്സിംഗ് സൂപ്രണ്ട്. ഒരു നഴ്സിംഗ് സൂപ്രണ്ട് എന്ന നിലയ്ക്ക് ആസ് എ നഴ്സിംഗ് സൂപ്രണ്ട് റോള് വരുന്നത് ഓവർസീയിങ് ദ നഴ്സിംഗ് സ്റ്റാഫ് പെർഫോമൻസ്, എൻഷുറിംഗ് പേഷ്യന്റ് കെയർ ക്വാളിറ്റി ആൻഡ് മാനേജിംഗ് നഴ്സ് ഓപ്പറേഷൻസ് എഫക്റ്റീവ്ലി. അതായത് പേഷ്യൻസിന് കൃത്യമായ കെയർ, ക്വാളിറ്റി കെയർ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക, നഴ്സിംഗ് സ്റ്റാഫിന്റെ പെർഫോമൻസ് മോണിറ്റർ ചെയ്യുക, അതിന്റെ മേൽനോട്ടം വഹിക്കുക എന്നുള്ള സംഗതികളൊക്കെയാണ് ഒരു നഴ്സിംഗ് സൂപ്രണ്ടിന്റെ വർക്ക് എന്നുള്ള രീതിയിൽ വരുന്നത്. ലെറ്റ്സ് സേ നമുക്കൊരു 3 ഭാഗമായിട്ട് അതിനെ ഡിവൈഡ് ചെയ്യാം. ഒന്ന് മോർണിംഗ് ടാസ്ക്. മോർണിംഗ് ടാസ്കിൽ വരുന്നത് ഒന്ന് കണ്ടക്ട് റൗണ്ട്സ് ക്രിട്ടിക്കൽ ഡിപ്പാർട്ട്മെന്റ്, അതായത് ക്രിട്ടിക്കൽ ഏരിയയിലുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ റൗണ്ട്സ് നടത്തുക, ഒന്ന് പോയി നോക്കുക. ICU, OT, ലേബർ റൂം, കാഷ്വാലിറ്റി ആൻഡ് വാർഡ്സ്, ഈ എല്ലാ ഏരിയയിലും പോയി നോക്കുക. പേഷ്യന്റിന്റെ അസസ് ചെയ്യുക, അസസ് ദ നഴ്സിംഗ് സ്റ്റാഫ് പ്രിപ്പയർനെസ് ആൻഡ് പേഷ്യന്റ് കണ്ടീഷൻ ആൻഡ് എനി ഇമ്മീഡിയറ്റ് കൺസേൺ. എന്തെങ്കിലും ഇമ്മീഡിയറ്റ് കൺസേൺ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അസസ് ചെയ്യുക, ഒന്ന് നോക്കുകയും കൃത്യമായി അസസ് ചെയ്യുകയും അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുക. എൻഷുർ ആൾ നഴ്സസ് ഹാവ് റിപ്പോർട്ടഡ് ഓൺ ഡ്യൂട്ടി ആസ് പെർ ദ ഷെഡ്യൂൾ. അതായത് ഡ്യൂട്ടി ലിസ്റ്റ് പ്രകാരം എല്ലാ ഏരിയയിലും നഴ്സിംഗ് സ്റ്റാഫുകൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ആദ്യം റൗണ്ട്സ് കംപ്ലീറ്റ് ചെയ്യുക, ക്രിട്ടിക്കൽ ഏരിയ റൗണ്ട്സ് കംപ്ലീറ്റ് ചെയ്യുക, അവിടെ അസസ് ചെയ്യുക, നഴ്സിംഗ് പ്രിപ്പയറൻസ് അസസ് ചെയ്യുക, പേഷ്യന്റ് കണ്ടീഷൻസ് അസസ് ചെയ്യുക, എന്തെങ്കിലും ഇമ്മീഡിയറ്റ് കൺസേൺസ് ഉണ്ടെങ്കിൽ അതും അസസ് ചെയ്യാം. ഓക്കെ, ദെൻ എല്ലാ നഴ്സ് സ്റ്റാഫും കൃത്യമായിട്ട് ഓരോരുത്തരുടെ സ്ഥലങ്ങളിൽ അവരെത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. എൻഷുർ ആൾ നഴ്സസ് ഹാവ് റിപ്പോർട്ടഡ് ദാറ്റ് ഓൺ ഡ്യൂട്ടി ആസ് പെർ ദ ഷെഡ്യൂൾ. ദെൻ പിന്നെ ചെയ്യേണ്ടത് ചെക്ക് ആൻഡ് അപ്ഡേറ്റ് സ്റ്റാഫ് പ്രോസസ് സ്കോർ ഇൻ ഗൂഗിൾ ഷീറ്റ്. നമ്മളൊരു ഗൂഗിൾ ഷീറ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഓരോ നഴ്സിംഗ് സ്റ്റാഫുകൾക്കും അപ്ഡേറ്റ് ചെയ്യാനുള്ള ഗൂഗിൾ ഷീറ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഷീറ്റിൽ എല്ലാ നഴ്സിംഗ് സ്റ്റാഫുകളും അവരുടെ സ്കോർ മാർക്ക് ചെയ്തിട്ടുണ്ട്, അവരുടെ പ്രോസസ് സ്കോർ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും അവരുടെ ഡെയിലി സ്കോർ മന്ത്ലി സ്കോറിലേക്ക് ഡെയിലി സ്കോർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുക. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ടൊരു വീഡിയോ നമ്മൾ ഷെയർ ചെയ്ത് തരും. ഓക്കെ, ദെൻ രണ്ടാമത് സ്റ്റാഫ് ഹാൻഡ് ഓവർ സൂപ്പർവിഷൻ. ഒരു 8:30 ഒക്കെ ആവുമ്പോഴേക്കും ശരിക്കും ഹാൻഡ് ഓവർ കഴിഞ്ഞിട്ടുണ്ടാവും. അവർ ഹാൻഡ് ഓവർ പ്രോസസ് എല്ലാം കൃത്യമായിരുന്നോ എന്ന് ചെക്ക് ചെയ്യുക. എൻഷുർ ദ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഓഫ് ദി പേഷ്യന്റ് കണ്ടീഷൻ, അതേപോലെ തന്നെ മെഡിക്കേഷൻ ഷെഡ്യൂൾസ്, അതേപോലെ പെൻഡിങ് ടാസ്ക് ബിറ്റ്വീൻ ഔട്ട് ഗോയിങ് ആൻഡ് ഇൻകമിങ് നഴ്സസ്. ഈ 2 ആളുകളും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, എഴുതി കൃത്യമായി മാറ്റി വെച്ചിട്ടുണ്ട്, ഓവർ ബുക്കുകളിൽ മാറ്റി വെച്ചിട്ടുണ്ട്, ഇവരോട് ഓരോരുത്തരോടും കൃത്യമായ ഹാൻഡ് ഓവർ കൊടുത്തിട്ടുണ്ട്, ആർക്ക് ഹാൻഡ് ഓവർ കൊടുത്തു എന്നുള്ളതടക്കം കൃത്യമായ ലോങ് ബുക്കിൽ നോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. റിവ്യൂ സ്റ്റാഫ് ആൻഡ് അലോക്കേഷൻ. വെരിഫൈ സ്റ്റാഫ് അലോക്കേഷൻ ഫോർ ദ ഡേ ബേസ്ഡ് പേഷ്യന്റ് നീഡ്സ് ആൻഡ് വർക്ക് ലോഡ് ഡിസ്ട്രിബ്യൂഷൻ. വർക്ക് ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അതേപോലെ തന്നെ പേഷ്യന്റ് നീഡ്സിനനുസരിച്ച് ആളുകളെ, നഴ്സിനെ, സ്റ്റാഫുകളെ അലോക്കേറ്റ് ചെയ്യുക. ദെൻ അഡ്രസ് എനി ആബ്സെന്റീസ് ഓർ അണ്ടർ സ്റ്റാഫിംഗ് ബൈ അറേഞ്ചിങ് സബ്സ്റ്റിറ്റ്യൂട്ട് ഓർ റീ അലോക്കേറ്റിംഗ് സ്റ്റാഫ്. അതായത് ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ പെട്ടെന്ന് ഒരു മാസ് കാഷ്വാലിറ്റി അല്ലെങ്കിൽ ഒരു മാസ് ഇമ്മീഡിയറ്റ് ഒരു തിരക്കൊക്കെ വരികയാണെങ്കിൽ അങ്ങോട്ടേക്കുള്ള പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യുക. അതേപോലെ തന്നെ നമ്മളുടെ ഹോസ്പിറ്റൽ കേസിൽ പറയുകയാണെങ്കിൽ ഹോം കെയറുകൾ വരിക, അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിന് വേണ്ട നഴ്സസിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്റ്റാഫ് അലോക്കേഷൻ ചെയ്യുക. ദെൻ എക്വിപ്മെന്റ് ആൻഡ് സപ്ലൈ ചെക്ക്. എല്ലാ ഏരിയയിലും എൻഷുർ എസെൻഷ്യൽ മെഡിക്കൽ എക്വിപ്മെന്റ്സ് ആൻഡ് നഴ്സിംഗ് സപ്ലൈസ് ആർ അവൈലബിൾ ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ. എല്ലാ നഴ്സിംഗ് സ്റ്റേഷനുകളിലും OT-യിലും എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും അവരുടെ നഴ്സിംഗ് സപ്ലൈസ്, അവർക്ക് വേണ്ട സംഗതികളൊക്കെ, അന്നത്തേക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അവിടുത്തെ മെഡിക്കൽ എക്വിപ്മെന്റ്സ്
കംപ്ലൈന്റ് ഇല്ല എന്ന് ഉറപ്പുവരുത്തുക, എല്ലാം വർക്കിംഗ് കണ്ടീഷൻ ആണെന്ന് ഉറപ്പുവരുത്തുക. ഇൻ കേസ് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ബയോമെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കുക. ഇമ്മീഡിയറ്റ് ആണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അറിയിച്ച് പെട്ടെന്ന് റീപ്ലേസ് ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവരുടെ ഷെഡ്യൂൾ അനുസരിച്ച് ഇത് റിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാനോ ഉള്ള ഓർഡറുകൾ കൊടുക്കുക. കോർഡിനേറ്റ് വിത്ത് ദ ഫാർമസി ആൻഡ് സ്റ്റോർ ഡിപ്പാർട്ട്മെന്റ് റീപ്ലേസ്മെന്റ് ഓഫ് ദി സപ്ലൈസ്. ഇപ്പോൾ നമ്മളുടെ പ്രൊക്യൂർമെന്റ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് അവർക്ക് വേണ്ട സാധനങ്ങൾ റീപ്ലേസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിന് വേണ്ട സംഗതികൾ കോർഡിനേറ്റ് ചെയ്യേണ്ടത് ഫാർമസി ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ റീപ്ലേസ്മെന്റുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുമായിട്ട് പിന്നെ ഇന്റന്റുകൾ കൊടുത്ത് അവരുടെ സാധനങ്ങൾ കൈപ്പറ്റുക. ദെൻ മിഡ് ഡേ ടാസ്ക് ഒരു 10 o'clock വരെയുള്ള വർക്കാണ് ഇത് പറഞ്ഞത്. 10 മണിക്ക് ശേഷം പിന്നെ ചെയ്യേണ്ടത് പേഷ്യന്റ് കെയർ മോണിറ്ററിംഗ് ആണ്. ഒബ്സർവ് നഴ്സസ് ഡ്യൂറിംഗ് ദ പേഷ്യന്റ് കെയർ ആക്ടിവിറ്റീസ് ടു എൻഷുർ അഡ്ഹെയർ ദ പ്രോട്ടോകോൾ ആൻഡ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. നമ്മുടെ നഴ്സസ് എല്ലാം പേഷ്യന്റിനെ കെയർ ചെയ്യുന്നത് അവരുടെ ആക്ടിവിറ്റീസ് എല്ലാം കൃത്യമായ പ്രോട്ടോകോൾ പ്രകാരമാണെന്ന് ഉറപ്പുവരുത്തുക. ഇന്ററാക്ട് വിത്ത് ദ പേഷ്യന്റ് ടു ഗ്യാദർ ഫീഡ്ബാക്ക് ഓൺ നഴ്സിംഗ് കെയർ ആൻഡ് അഡ്രസ് എനി ഗ്രീവൻസസ്. അതായത് റെഗുലർ ആയിട്ട് പേഷ്യൻസിനോട് ഡയറക്റ്റ് സ്റ്റാഫുകളോട് ചോദിച്ചിട്ടല്ല, പേഷ്യൻസിനോട് ചോദിക്കുക. മാഡം, സർ, എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ നഴ്സിംഗ് കെയർ, അല്ലെങ്കിൽ നൈറ്റ് ഷിഫ്റ്റിലുള്ള നഴ്സിംഗ് കെയർ എങ്ങനെ ഉണ്ടായിരുന്നു, മോർണിംഗ് ഷിഫ്റ്റിലുള്ള നഴ്സിംഗ് കെയർ എങ്ങനെ ഉണ്ടായിരുന്നു, ഇതിനെക്കുറിച്ചൊക്കെ പേഷ്യൻസിനോട് ഡയറക്റ്റ് ചോദിച്ചിട്ട് അവരുടെ ഫീഡ്ബാക്ക് എടുക്കുക. ദെൻ ടീം കോർഡിനേഷൻ ആൻഡ് ബ്രീഫിംഗ്. കണ്ടക്ട് എ ഷോർട്ട് ടീം മീറ്റിംഗ് ടു ഡിസ്കസ് അപ്ഡേറ്റ് ഓൺ പേഷ്യന്റ് കെയർ പ്രോട്ടോകോൾസ്. ഒരു ചെറിയ മീറ്റിംഗ് പോലെ എന്താ പറയാ, ഓൺഗോയിങ് പ്രോസസ്സിൽ നമ്മളിപ്പോ IPയിലാണെങ്കിൽ IPയിൽ, കാഷ്വാലിറ്റിയിലാണെങ്കിൽ കാഷ്വാലിറ്റിയിൽ, ലേബർ റൂമിലാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ NICU എവിടെയാണോ നിങ്ങൾക്ക് സ്റ്റാഫുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അവരെ വിളിച്ച് ഒരു ചെറിയ ബ്രീഫിംഗ് എല്ലാ ദിവസവും കൊടുക്കുക. കണ്ടക്ട് ഷോർട്ട് ടീം മീറ്റിംഗ് ടു ഡിസ്കസ് അപ്ഡേറ്റ് ഓൺ പേഷ്യന്റ് കെയർ പ്രോട്ടോകോൾസ്. പേഷ്യന്റ് കെയർ പ്രോട്ടോകോൾ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ, എന്താണ് ഇപ്പോൾ അവരുടെ സ്ഥിതി, ഇനി ചേഞ്ചസ് ഇൻ ഫേസ്ഡ് ബൈ നഴ്സിംഗ് സ്റ്റാഫ്, എനി ചാലഞ്ചസ്, എന്തെങ്കിലും ചാലഞ്ചസ് പിന്നെ അവർ ഫേസ് ചെയ്യുന്നുണ്ടോ, ഈ പ്രത്യേക ഈ കാറ്റഗറി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടോ എന്തെങ്കിലും ചാലഞ്ചസ് അവർ ഫേസ് ചെയ്യുന്നുണ്ടോ. ട്രെയിനിങ് റിമൈൻഡേഴ്സ്, അവർക്ക് ട്രെയിനിങ് ആവശ്യമുണ്ടോ, സ്കിൽ ഡെവലപ്മെന്റ്, ഓരോരുത്തരുടെ സ്കില്ലും നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അവരവർക്ക് കൃത്യമായ സ്കില്ലുകൾ മോണിറ്റർ ചെയ്ത് അവരവർക്ക് വേണ്ട സ്കില്ലുകൾ വിത്തിൻ ഒരു ടൈം പീരീഡിന്റെ ഉള്ളിൽ അവർ അക്വയർ ചെയ്തിട്ടുണ്ടോ എന്നെല്ലാം ഒരു നമ്മൾ ടീമിനെ ബിൽഡ് ചെയ്യില്ലേ. ഒരു ഫുട്ബോൾ കളിയൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് മുമ്പ് എല്ലാവരെയും, എല്ലാ കളികൾക്കും എന്തൊരു സാധനത്തിന് മുമ്പ് ഉണ്ടാകുന്ന ഒരു ടീം സ്പിരിറ്റ് ഉണ്ടാക്കുക. ആ ഒരു ടീം സ്പിരിറ്റ് ഉണ്ടാക്കുക, അവരുടെ വർക്കബിലിറ്റി കൂട്ടുക. ദെൻ 7ാമത്തെ കാര്യം, കോർഡിനേഷൻ വിത്ത് ഡോക്ടേഴ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ്സ്. പാർട്ടിസിപ്പേറ്റ് ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ മീറ്റിംഗ്. അതായത് ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റ് ഹെഡുകളുമായിട്ട് ഡിസ്കസ് ചെയ്യുക, ഒരു പേഷ്യന്റിന്റെ കാര്യം ഡിസ്കസ് ചെയ്യുക, ഓപ്പറേഷണൽ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡിസ്കസ് ചെയ്യുക. ആൻഡ് നഴ്സിംഗ് സപ്പോർട്ട് റിക്വയർഡ് ആവശ്യമുണ്ടെങ്കിൽ ആ സംഗതികളൊക്കെ ഡോക്ടേഴ്സിനോടും അതേപോലെ തന്നെ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളിലും ഡിസ്കസ് ചെയ്യുക. ഈ നമ്മളുടെ എന്തെങ്കിലും പിന്നെ ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് അതൊക്കെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അഡ്രസ് സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻ ഓർ ഫീഡ്ബാക്ക് ഫ്രം ഡോക്ടേഴ്സ് റിലേറ്റഡ് നഴ്സിംഗ് കെയർ. നഴ്സിംഗ് കെയറുമായി ബന്ധപ്പെട്ട് ഡോക്ടേഴ്സിന്, ഇപ്പൊ പീഡിയാട്രീഷ്യൻസിനോ ജനറൽ മെഡിസിനോ നമ്മുടെ ക്രിട്ടിക്കൽ കെയർ RMOസിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്ടേഴ്സിന്, ഈ നഴ്സിംഗ് ഗൈനക് ഡോക്ടേഴ്സിനോ എല്ലാവരെയും ഓരോ ദിവസവും മീറ്റ് ചെയ്യുക. എന്നുവെച്ചാൽ ലാസ്റ്റ് നിങ്ങളുടെ പേഷ്യൻസ് ഉണ്ടായിരുന്നല്ലോ, നഴ്സിംഗ് കെയറിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ, എന്തെങ്കിലും അങ്ങനെയുള്ള സംഗതികൾ എല്ലാ ദിവസവും ഓരോ ഡോക്ടേഴ്സിനോടും ചോദിച്ച് മനസ്സിലാക്കി നെക്സ്റ്റ് ഡേ ഇന്ന ആളുകൾക്ക് ഇന്ന ടാസ്ക് എന്നുള്ള രീതിയിൽ കൈകാര്യം ചെയ്യാം. പിന്നുള്ളത് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർസൈറ്റ്. റിവ്യൂ ആൻഡ് അപ്ഡേറ്റ് ഡ്യൂട്ടി റോസ്റ്റേഴ്സ്. അതായത് അവർക്ക് ഡ്യൂട്ടി ലിസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക, അതൊക്കെ കൃത്യമായിട്ട് പോകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ലീവ് അപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് കൃത്യമായി കൈകാര്യം ചെയ്യുക. പിന്നെ ട്രെയിനിങ് ഷെഡ്യൂൾ, കൃത്യമായ ട്രെയിനിങ് ഷെഡ്യൂൾ, എല്ലാവർക്കും ട്രെയിനിങ് ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുക. എല്ലാ ദിവസവും അതിന്റെ അറ്റ്ലീസ്റ്റ് വി ഹാവ് ടു ഡു സം എഫേർട്ട് ഓൺ ദാറ്റ്. എല്ലാം കൃത്യമായിട്ട്. ഇപ്പൊ നമുക്ക് 24ഓളം നഴ്സുമാർ, നിയർ ബൈ 30 നഴ്സസ് ഉണ്ട്. ആ 30 നഴ്സസിന് ഒരാൾക്ക് ഒരു ദിവസം വെച്ചിട്ട് നമുക്ക് ട്രെയിനിങ് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ 2 പേർക്ക് വെച്ച് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ, അങ്ങനെ ഓരോ ദിവസവും നമ്മളുടെ ഓൺ ഗോയിങ് ട്രെയിനിങ് ഷെഡ്യൂൾസ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് നടപ്പിലാക്കുക. അഡ്രസ് നഴ്സിംഗ് ഡോക്യുമെന്റേഷൻ അക്യുറസി. എല്ലാ ഫയലുകളും അവരുടെ ലോങ് ബുക്കുകളും അവരുപയോഗിക്കുന്ന രജിസ്റ്ററുകളെല്ലാം അപ്ഡേറ്റഡ് ആണെന്ന്
ഉറപ്പുവരുത്തുക. ഇൻക്ലൂഡിംഗ് പേഷ്യന്റ് റെക്കോർഡ്, മെഡിക്കേഷൻ ലോങ്സ് ആൻഡ് അതർ ഇൻസിഡന്റ് റിപ്പോർട്ട്സ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം കൃത്യമായിട്ട് നോക്കി അഡ്രസ് ചെയ്യുക. ദെൻ ആഫ്റ്റർനൂൺ 2 to 5 PM എന്നുള്ളെങ്കിൽ അതിൽ നമുക്ക് ചെയ്യാനുള്ളത് ട്രെയിനിങ് പ്രോഗ്രാമുകൾ ആൻഡ് സൂപ്പർവിഷൻ, മോണിറ്റർ ഓൺഗോയിങ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ സെഷൻ, അറേഞ്ച് ഓൺ ദ സ്പോട്ട് ട്രെയിനിങ്. അതായത് ഇപ്പൊ നമ്മൾ ഏതെങ്കിലും സ്പോട്ടിൽ പോയിട്ട് ട്രെയിനിങ് കൊടുക്കേണ്ടതുണ്ട് എന്നുണ്ടെങ്കിൽ എവിടെയാണ് അവർ ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നത് നോക്കിയിട്ട് അതിനനുസരിച്ച് അവർക്ക് ട്രെയിനിങ് കൊടുക്കുക, അല്ലെങ്കിൽ പ്രത്യേകം ഷെഡ്യൂൾ ചെയ്ത ട്രെയിനിങ്ങുകളും അവർക്ക് കൊടുക്കാം. മെന്റർ ജൂനിയർ ആൻഡ് ന്യൂ നഴ്സിംഗ് സ്റ്റാഫ്, പ്രൊവൈഡ് ഫീഡ്ബാക്ക് ഓൺ ദെയർ പെർഫോമൻസ്. അവരുടെ പെർഫോമൻസിൽ എന്ത് ചെയ്യാം, അവരുടെ ഫീഡ്ബാക്ക് കൊടുക്കുക, അവരെങ്ങനെ ഒന്നുകൂടി ഉഷാറായി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ ചെയ്യുക. ഓഡിറ്റ് ആൻഡ് കമ്പൈലൻസ്, conduct the spot check and adherence of the infection control practices, medication administration protocol, patient care standards. ഇതെല്ലാം ഓഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, നോക്കുക, അവരെ എന്തെങ്കിലും ചെക്ക് ചെയ്ത് നോക്കുക. അത് പിന്നെ സ്പോട്ട് ചെക്കുകൾ എല്ലാ റിപ്പോർട്ടുകളും എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. എൻഷുർ കമ്പൈലൻസ് വിത്ത് NABH അക്രഡിറ്റേഷൻ ഗൈഡ് ലൈൻസ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ നമ്മുടെ NABH അക്രഡിറ്റേഷൻ ത്രൂ ഗൈഡ് ലൈൻസ് ത്രൂ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ചെയ്യാന്നുണ്ടെങ്കിൽ അത് ആ ഒരു വഴിയിൽ തന്നെ ഈ എന്താ പറയാ ഈ ഓഡിറ്റ് മുന്നോട്ട് കൊണ്ടുപോവുക. ഓക്കെ, ദെൻ ഇൻസിഡന്റ് മാനേജ്മെന്റ്, ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് ഡോക്യുമെന്റ് എനി നഴ്സിംഗ് റിലേറ്റഡ് ഇൻസിഡന്റ്. ഇനി നഴ്സിംഗ് റിലേറ്റഡ് ഇൻസിഡന്റ് ഉണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, നോക്കുക, അത് ഡോക്യുമെന്റ് ചെയ്യുക. ഇൻക്ലൂഡ് മെഡിക്കേഷൻ എറേഴ്സ്, പേഷ്യന്റ് ഫോൾസ് ഓർ സ്റ്റാഫ് ഗ്രീവൻസ്. മെഡിക്കേഷൻ എറർ സംഭവിച്ചിട്ടുണ്ടോ, പേഷ്യന്റ് ഫോൾ ഉണ്ടായിട്ടുണ്ടോ, ഉണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഇൻസിഡന്റ് റിപ്പോർട്ട് ചെയ്യുക. എന്താണ് അതിന് നമ്മൾ എടുത്ത മാർഗം, അത് സോൾവ് ചെയ്യാൻ നമ്മൾ എടുത്ത മാർഗം, ഇൻസിഡന്റ് റിപ്പോർട്ട്. നമുക്ക് അതിന് സ്പെഷ്യൽ ആയിട്ട് രജിസ്റ്ററുകളും കാര്യങ്ങളും ഉണ്ട്, അത് ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റിൽ അവൈലബിൾ ആണ്. അത് നോക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുക, അത് റിപ്പോർട്ട് ചെയ്യുക. ഇംപ്ലിമെന്റ് ഇമ്മീഡിയറ്റ് കറക്റ്റീവ് ആക്ഷൻ ആൻഡ് പ്ലാൻ പ്രിവെന്റീവ് മെഷേഴ്സ്. ഇതിന് വേണ്ട പ്രിവെന്റീവ് മെഷേഴ്സ്, ഓരോ ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ ഇഷ്യൂ എങ്ങനെ പ്രിവെന്റ് ചെയ്യുമെന്ന് നോക്കിയിട്ട് അതിനുള്ള മെഷേഴ്സ് ആക്ടിവേറ്റ് ചെയ്യുക. ഈവനിങ് ടാസ്ക് നമ്മൾ പറഞ്ഞു. ദെൻ ഈവനിങ് ടാസ്കിൽ നെക്സ്റ്റ് വരുന്നത് ഈവനിങ് റൗണ്ട്സ് ആണ്. കണ്ടക്ട് അനദർ റൗണ്ട് ഓഫ് ദി ക്രിട്ടിക്കൽ ഏരിയാസ്, എൻഷുർ ദ സ്മൂത്ത് ഓപ്പറേഷൻ. എല്ലാം കൃത്യമായിട്ടാണ് പോകുന്നതെന്ന് ഉറപ്പുവരുത്തുക. വെരിഫൈ പേഷ്യന്റ് സേഫ്റ്റി മെഷേഴ്സ്, എസ്പെഷ്യലി ക്രിട്ടിക്കൽ കെയർ ഓർ ഹൈ റിസ്ക് പേഷ്യൻസ്. End shift review, oversee the preparation and handover reports by the nursing staff for the night shift. അവർക്ക് വേണ്ട നൈറ്റ് ഷിഫ്റ്റിന് വരുന്ന ആളുകൾക്ക് വേണ്ട എല്ലാ ഹാൻഡ് ഓവർ നോട്ട്സും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. എൻഷുർ ദ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ക്രിട്ടിക്കൽ പേഷ്യന്റ് അപ്ഡേറ്റ് ആൻഡ് ടാസ്ക് ടു ഇൻകമിംഗ് നഴ്സസ്. അവർക്ക് വേണ്ട ഇൻകമിംഗ് നഴ്സസിന് വേണ്ട സംഗതികളൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇൻകമിംഗ് ഷിഫ്റ്റിന് വേണ്ട സംഗതികളൊക്കെ കൃത്യമായി കൊടുത്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇത് വെരി ഇമ്പോർട്ടന്റ് ഒരു ഏരിയയാണ്. ദെൻ ഇമ്മീഡിയറ്റ് കോണ്ടാക്ട് പോയിന്റ് ആരാണ് എന്ന് അതിൽ ഉറപ്പിക്കുക. ദെൻ ഡെയിലി റിപ്പോർട്ടിംഗ്, പ്രിപ്പയർ എ സമ്മറി റിപ്പോർട്ട് ഫോർ ദ ഡേ. ഇന്ന് പോകുമ്പോഴേക്കും ഇന്ന് നമ്മളുടെ ഡ്യൂട്ടി ഷിഫ്റ്റ് കഴിഞ്ഞ് പോകുമ്പോഴേക്കും ഇന്നത്തെ റിപ്പോർട്ട് നമ്മളെ കയ്യിലുണ്ടായിരിക്കണം. ഇത്ര പേഷ്യന്റ്, ഇത്ര PD, ഇത്ര ഗൈനക് പേഷ്യന്റ്, അല്ലെങ്കിൽ ഗൈനക് പേഷ്യൻസിലെ ആരൊക്കെയാണ് ഇപ്പൊ ഉള്ളത്, എന്തൊക്കെയാണ് അവരുടെ അവസ്ഥ, ഇതൊക്കെ കൃത്യമായിട്ടൊരു സമ്മറി റിപ്പോർട്ട് നമ്മളെ കയ്യിൽ. ഹൈലൈറ്റ് ദ കീ ആക്ടിവിറ്റീസ്, ഇൻസിഡന്റ് ആൻഡ് അൺറിസോൾവ് ഇഷ്യൂ. എന്തെങ്കിലും സോൾവ് ചെയ്യാത്ത ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് നോട്ടിഫൈ ചെയ്യുക. സബ്മിറ്റ് ദ റിപ്പോർട്ട് ടു ദി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. എല്ലാ ദിവസങ്ങളിലും നിങ്ങളുടെ റിപ്പോർട്ടുകൾ കൃത്യമായി വെക്കുക. വീക്ക്ലി മീറ്റിംഗിൽ അത് സബ്മിറ്റ് ചെയ്യുക അഡ്മിനിസ്ട്രേറ്റർക്ക്. അതേപോലെ തന്നെ എല്ലാ ദിവസവും പ്രോസസ്, ഇൻചാർജിന് ഉള്ള പ്രോസസ്, ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇൻചാർജ് പ്രോസസ് ഗൂഗിൾ ഷീറ്റിൽ എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യുക. മോർണിംഗിൽ പേഷ്യൻസിന്റെ നമ്മുടെ സ്റ്റാഫുകളുടെ ഗൂഗിൾ ഷീറ്റ് അപ്ഡേറ്റ് ചെയ്യുക. ഈവനിങ് ഷിഫ്റ്റിൽ നിങ്ങളുടെ ഗൂഗിൾ ഷീറ്റ്, ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഗൂഗിൾ ഷീറ്റ് അപ്ഡേറ്റ് ചെയ്യുക. സ്റ്റാഫ് വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള സംഗതികൾ, അഡ്രസ് എനി സ്റ്റാഫ് കൺസേൺ റിലേറ്റഡ് വർക്ക് ലോഡ്സോ അല്ലെങ്കിൽ ഗ്രിവൻസുമായി ബന്ധപ്പെട്ട് പേഴ്സണൽ ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് അത് അവരെ അഡ്രസ് ചെയ്യുക. പിന്നെ റെക്കഗ്നൈസ് ദ അപ്രീസിയേഷൻ സ്റ്റാഫ് എഫേർട്ട്. അവരെ എന്തെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട സംഗതികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന സ്റ്റാഫ് ഇന്ന പേഷ്യൻസിൽ നിന്നും അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ട്, ഈ സംഗതികളൊക്കെ അവരെയും നമ്മുടെ ഗ്രൂപ്പിലൊക്കെ അറിയിക്കുക. ദെൻ കണ്ടിന്യൂസ് റെസ്പോൺസിബിലിറ്റി ത്രൂ ദ ഡേ. എല്ലാ ഇപ്പോഴും ഉണ്ടാകുന്ന റെസ്പോൺസ്, പേഷ്യന്റ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് എപ്പോഴും എനി കോൾസ് നമ്മൾ അറ്റൻഡ് ചെയ്യുക.
അത് എന്താണെന്നുള്ള കാര്യം അതിന്റെ കൃത്യം ആളുകൾക്ക് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടിന്യൂസ്ലി മോണിറ്റർ എൻഷുർ ദ പേഷ്യന്റ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ആർ മെയിൻറ്റെയിൻഡ്. എല്ലായ്പ്പോഴും പേഷ്യന്റ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ, ആറ്റ് ദ പോയിന്റ് ഓഫ് കോൺടാക്ട് റിസോൾവിംഗ് കോൺഫ്ലിക്ട് എമംഗ് ദ നഴ്സിംഗ് സ്റ്റാഫ്. എന്തെങ്കിലും പേഷ്യന്റുമായോ ബന്ധപ്പെട്ടോ, നഴ്സിംഗ് സ്റ്റാഫുകളുമായി ബന്ധപ്പെട്ടോ, പേഷ്യൻസുമായി ബന്ധപ്പെട്ടോ, ഏതെങ്കിലും അതർ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടോ നഴ്സിംഗ് സ്റ്റാഫുകൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് അഡ്രസ് ചെയ്യുക. എമർജൻസി റെസ്പോൺസ്, സ്റ്റേ അവൈലബിൾ ഫോർ മാനേജിംഗ് എമർജൻസി സച്ച് ആസ് കോഡ് ബ്ലൂ സിറ്റുവേഷൻ ആൻഡ് unforeseen incident required nursing leadership. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള എമർജൻസി സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, നമ്മൾ ഉണ്ടെങ്കിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, നമ്മൾ ഇല്ലെങ്കിൽ ഏതാണ് കോണ്ടാക്ട് പോയിന്റ് എന്നെല്ലാം കൃത്യമായിട്ട് റിട്ടേൺ മനസ്സിലാക്കി കൊടുത്ത് അവിടെ ഒട്ടിച്ചു വെക്കുകയോ അല്ലെങ്കിൽ അത് എല്ലാ ദിവസവും ഫോളോ ചെയ്ത് ഓരോരുത്തർക്കും കൃത്യമായി പറഞ്ഞ് കൊടുക്കുകയോ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഒരു നഴ്സിംഗ് സൂപ്പർവൈസർ അല്ലെങ്കിൽ ഒരു നഴ്സിംഗ് സൂപ്രണ്ടിന്, നഴ്സിംഗ് ഓഫീസർക്ക് ഒരു ദിവസം ഫോളോ ചെയ്യാനുള്ളത്. ഇത് കൃത്യമായി ഫോളോ ചെയ്യുകയാണെങ്കിൽ വിത്തിൻ നോ ടൈം അവരുടെ എല്ലാ ഒരു ഡിപ്പാർട്ട്മെന്റ് കാര്യങ്ങളും വളരെ കൃത്യമായിട്ടും വളരെ ഭംഗിയായിട്ടും നടക്കുകയും വിത്തിൻ നോ ടൈം അവരുടെ കരിയറിൽ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവുകയും ചെയ്യും. താങ്ക് യു.